ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്യൂണ കൊണ്ട് ചില്ലി ഫിഷ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചില്ലി ഫിഷ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിനിവിടെ വെള്ളക്കുടുത എന്നും പറയും. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് പാകത്തിന് ഉപ്പിട്ട് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതൊരു വിസിൽ വന്നാൽ ഓഫാക്കിയിട്ട് ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇത് മുള്ള് കളഞ്ഞ് പിച്ചി എടുക്കണം. ഇപ്പം ഇത് പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടച്ചു വെച്ച് ഒരടി അടിച്ചെടുക്കാം. ഇപ്പം ഇത് അടിച്ചെടുത്തപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമൊക്കെ ഗൾഫിൽ നിന്ന് ടിൻ ഫിഷ് കൊണ്ടുവരുമ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാറുള്ളത്. അതാകുമ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3 കൂടിയിട്ട് പേസ്റ്റാക്കിയത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലുതായി പോയി ഉരുട്ടിയെടുത്തത്. ഇത് വളരെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഈ ബോൾസ് മുക്കി പൊരിച്ചെടുക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം. വെള്ളയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, പക്ഷെ ഞാനിത് പെട്ടെന്ന് ഓർമ്മയില്ലാതെ ഉണ്ണി കൂടി ഒഴിച്ചു പോയതാണ് കേട്ടോ. സാരമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫിഷ് നേരത്തെ വേവിച്ചതാണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേവണമെന്നില്ല. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും മൊരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 സബോള, 1 തക്കാളി, 1 ക്യാപ്സിക്കം, 7 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സബോളയും തക്കാളിയും ക്യാപ്സിക്കവും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഫിഷ് ബോൾസ് ഫ്രൈ ചെയ്തെടുത്തതിലുള്ള ബാക്കി വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് സബോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം.
ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് സോയാ സോസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ബോൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കോൺഫ്ലവറും മൈദയും കൂടി മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതിലെ ഫിഷ് ബോൾസിലൊക്കെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂടിയിരിക്കുന്നത്. ഇനി 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ബോൾസിന് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ശരിക്കും പിടിച്ചിട്ടില്ല. അപ്പോൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അങ്ങോട്ട് പിടിക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ടൂണയൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.